തിരക്കുകൾക്കിടയിലും അംബാനിയും ഭാര്യയും കൂടിയാണിത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവരുടെ ആ ഡെഡിക്കേഷനാണ് സമ്മതിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നുണ്ട്. നമ്മളുടെ കയ്യിൽ ധനം ധാരാളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഭഗവാന് കൊടുത്തിട്ട് എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വിപരീത ഫലം നൽകിയേക്കാം. സാറേ, ഗണപതി ഹോമത്തിൻ്റെ പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം പറയുണ്ടായി, പുതിയ ഫ്ലാറ്റ് മേടിച്ച് അതിലേക്ക് താമസമാവാൻ നേരം എന്തോ ആ സാഹചര്യം കൊണ്ട് ഗണപതി ഹോമവും അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള പൂജകളൊന്നും നടത്താൻ പറ്റിയില്ല. അതൊരു ചൊവ്വാഴ്ച ദിവസമായിരുന്നു അവിടെ കയറിയതെന്നും. പിന്നീട് ആ ഫ്ലാറ്റ് വിൽക്കേണ്ടി വന്നു എന്നുള്ളൊരു കഥയും എന്നോട് പറയുണ്ടായിരുന്നു. അതിലെന്തെങ്കിലും? ഗണപതി ഹോമം നമുക്ക് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമയദോഷങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടാണ് ഗണപതി ഹോമം നടത്തുന്നത്. ഗണപതി ഹോമം അതിവിശാലമായിട്ടുള്ളൊരു സങ്കല്പമാണ്. ഗണപതി ഹോമം എന്ന് പറയുന്നത് ഈ ഹവിസ്, നമ്മൾ ഓരോ ഹവിസും ഓരോ ദ്രവ്യങ്ങൾ അർപ്പിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രയോജനമാണ് കിട്ടുന്നത്. ഈ ഹോമത്തിലേക്ക് അഗ്നിയിലേക്കാണ് ഇതെല്ലാം സമർപ്പിക്കുന്നത്. അഗ്നിതത്വത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരവും പഞ്ചഭൂത നിർമ്മിതമാണ്. അതിൽ അഗ്നിസ്വരൂപത്തിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ അവിടെ എന്ത് ഹോമിക്കുന്നോ അതിൻ്റെ പ്രയോജനം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. ഇപ്പോൾ ഗണപതി ഹോമം നടത്തുന്നത് നമുക്ക് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഗണപതി ഹോമം നടത്താം. അതിലൊക്കെ ഓരോരോ പ്രത്യേക ദ്രവ്യങ്ങൾ ഹോമിച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ പ്രയോജനം തിരിച്ച് നമ്മളിലേക്ക് എത്തുന്ന രീതിയിലാണ്. അത് ഈ അഗ്നി തത്വം, പഞ്ചഭൂതങ്ങളിലെ അഗ്നി എന്നുള്ള തത്വം, ആ അഗ്നിയിലേക്ക് നമ്മൾ എന്ത് ഹോമിക്കുന്നു അത് നമ്മളിലേക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചഭൂതാത്മകമാണ് ഈ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് പോലെ തന്നെ ദശപ്രാണനുകളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അതിൽ 5 പ്രാണനുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ പ്രാണൻ, അപാനൻ തുടങ്ങിയ പ്രാണനുകളിലേക്കാണ് നമ്മളിത് ഈ എന്ത് ദ്രവ്യമാണേലും ഹോമിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ നിവേദ്യം കൊടുക്കുന്നത് പോലെ തന്നെ ഈ അഗ്നിയിലേക്ക് ഓരോ നിവേദ്യങ്ങളും നമ്മൾ സമർപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ തടസ്സങ്ങളെ മാറ്റും. പൊതുവെ തടസ്സങ്ങൾ മാറാനായിട്ടാണ് ഗണപതി ഹോമം നടത്തുന്നതെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. അത് മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള ജീവിതത്തിൻ്റെ ഉന്നതിക്കായിട്ട് നമുക്ക് ഗണപതി ഹോമത്തെ പ്രയോജനപ്പെടുത്താം. ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിൽ ഒരു വീട്ടിൽ ഗണപതി ഹോമം നടത്തിയില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് ഒരിക്കലും അവിടെ ഒരു ദോഷം വരത്തില്ല. ഇപ്പോൾ പറഞ്ഞു ചൊവ്വാഴ്ചയായിട്ടാണ് കയറിയത്, അതേപോലെ തന്നെ ദോഷ സമയത്താണ് ഈ അവിടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറുന്നത്. അത് ഗൃഹപ്രവേശം നടത്തുമ്പോൾ നല്ല സമയമല്ല എങ്കിൽ അത് ദോഷം ഉണ്ടാക്കാം. ഒരിക്കലും ഗണപതി ഹോമം നടത്തിയില്ല അല്ലെങ്കിൽ ഒരു പൂജ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും ഒരു ദോഷം ഉണ്ടാകത്തില്ല. ഇങ്ങനെ പൂജകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള ഒരു ആനുകൂല്യം കിട്ടുന്നു എന്ന് മാത്രം. അത് ഗണപതി ഹോമം നമുക്ക് വീട്ടിൽ നടത്താൻ പറ്റിയില്ല എങ്കിൽ ക്ഷേത്രത്തിൽ നടത്താം. ക്ഷേത്രത്തിൽ നടത്തുന്നതും തുല്യഫലം ചെയ്യുന്നതാണ്. അവിടെ ഒരു കൂട്ടം ആൾക്കാർ വന്ന് ഇതുപോലെ ഗണപതി ഹോമം അവരുടെ ഭാഗവും കൂടെ ആകുകയാണെങ്കിൽ ഇവരുടെ എല്ലാം പ്രാർത്ഥന ഒന്നിച്ചു ചേരുക, ഒരു കൂട്ടമായിട്ട് നടത്തുന്ന വഴിപാടിന് കൂടുതൽ ഫലസിദ്ധി ഉണ്ടാകും. ഒരു വീട്ടിൽ നമ്മൾ കൂടുതൽ കാശ് മുടക്കി പ്രത്യേകമായിട്ട് ഒരു ഗണപതി ഹോമം നടത്തുന്ന അതേ തുല്യ പ്രാധാന്യം ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു 100 പേര് ചേർന്നോ അല്ലെങ്കിൽ 10 പേര് ചേർന്നോ ഒക്കെ നടത്തുന്നതിൽ നമ്മളും ഭാഗഭാക്കാകുമ്പോൾ ആ പ്രയോജനം തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. ഗണപതി ഹോമത്തിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിൽ ഹോമിക്കുന്ന ദ്രവ്യങ്ങളാണ്, അഷ്ടദ്രവ്യങ്ങൾ. അത് ഈ അവലാണ് അതിൽ പ്രാധാന്യമുള്ളത്. അവൽ, അതേപോലെ തന്നെ എള്ളൊക്കെ പ്രത്യേകമായിട്ട് പിതൃദോഷത്തിന് പോലും ഗണപതി ഹോമത്തിൽ വിശേഷമായിട്ട് അനാദിമന്ത്രം കൊണ്ട് ഹോമിക്കാവുന്നതാണ്. അവൽ, ഇതിൽ ഉണ്ടാക്കുന്ന ത്രിമധുരം, അതായത് പ്രസാദം എന്ന് പറയുന്നത്, അതിൽ ഏറ്റവും ആയുർവേദ ഗുണമുള്ളത് അവലിനാണ്. ഒമേഗ 3 പോലെയുള്ള ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കും. ഇത് അഗ്നിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇതിൻ്റെ ആ രസം നമ്മളുടെ ശരീരത്തിലേക്ക് തന്നെ തിരികെ കിട്ടുകയാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അതേപോലെ തന്നെ ഇതിൽ കൊട്ടത്തേങ്ങ സമർപ്പിക്കുന്നുണ്ട്, ശർക്കര, അതേപോലെ തന്നെ മാതളം, കരിമ്പ്, ഇങ്ങനെയുള്ള നിരവധി ദ്രവ്യങ്ങൾ. ഇത് നെയ്യിൽ, ശുദ്ധമായ പശുവിൻ പാലിൽ കൊണ്ടുണ്ടാക്കിയ നെയ്യിൽ സമർപ്പിക്കുമ്പോൾ അന്തരീക്ഷ ശുദ്ധിയോടൊപ്പം ഇത് സമർപ്പിക്കുന്ന ആ അഗ്നിസ്വരൂപമായിട്ടുള്ള നമ്മളുടെ ശരീരത്തിലേക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയാണ്. ഒരാൾക്ക് തൊഴിൽ തടസ്സത്തിന് വേണ്ടിയിട്ടും ഗണപതി ഹോമം നടത്താം. അശ്വാരൂഢ മന്ത്രം കൊണ്ട് മുക്കൂറ്റി ഹോമിക്കുക. അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് കറുക ഹോമിക്കാം. മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ഗണപതി ഹോമത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ത്രയംബക മന്ത്രം കൊണ്ട് തെറ്റിപ്പൂവ് നാളം കളഞ്ഞ് നമുക്ക് ഹോമിക്കാം.
അതൊക്കെ ശരീരത്തിന് ഗുണം ചെയ്യും. ഈ തെറ്റിപ്പൂവൊക്കെ പഴയ കാലത്ത് അത് ഈ ഗർഭിണികളായിട്ടുള്ളവർക്ക് ഒക്കെ കൊടുത്തിരുന്നതാണ്. അത് അപ്പം ഉണ്ടാക്കി കുറുക്കുണ്ടാക്കിയൊക്കെ നൽകിയിരുന്നതാണ്. അപ്പോൾ അത് ഈ അഗ്നിയിൽ ഹോമിക്കുമ്പോൾ അതിൻ്റെ ഗുണം അതേ രീതിയിൽ ആയുർവേദ പ്രകാരം തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ തടസ്സത്തിന് ഗണപതി ഹോമം പ്രയോജനപ്പെടുത്താം. നിരവധിയായിട്ടുള്ള ഗണപതി ഹോമത്തിൽ നമുക്ക് ഈ ഓരോ ആവശ്യത്തിനും പ്രത്യേകമായിട്ട് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഗണപതി ഹോമത്തിൽ ചെയ്യാവുന്നത് 7 ദിവസം തുടർച്ചയായിട്ട് സ്വയംവര മന്ത്രം കൊണ്ട് ഗണപതി ഹോമത്തിൽ നാളം കളഞ്ഞ തെറ്റിപ്പൂ ഹോമിക്കുകയാണെങ്കിൽ വലിയ വിവാഹ തടസ്സം വരെ കാണുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. വളരെ ഒരു അതുവരെ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും പെട്ടെന്ന് മാറി പെട്ടെന്ന് വിവാഹം നടക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് നമ്മുടെ അനുഭവത്തിൽ ഉണ്ട്. ഗണപതി ഹോമം എന്ന് പറയുന്നത് അതിവിശേഷമായിട്ടുള്ളൊരു പൂജയാണ്. അത് പ്രത്യേകമായിട്ട് നടത്തിയില്ലെങ്കിലും ക്ഷേത്രത്തിലും നടത്താം നമുക്ക്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ഗണപതി ഹോമത്തിൽ ലഡ്ഡു ഹോമിക്കുമ്പോൾ ഉദ്ദിഷ്ടകാര്യ സിദ്ധി അതൊക്കെ ഉള്ളതാണോ? ഗണപതി ഹോമത്തിൽ ഭഗവാന് മധുരപലഹാരങ്ങൾ വളരെ ഇഷ്ടമാണ്. ഭഗവാന്റെ ആ സ്വഭാവമാണ്. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ കൊടുക്കുമ്പോൾ ആ അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. മലയാളികൾ ചിന്തിക്കുന്നത്, അതായത് ഇവിടെ മോദകം എന്നുള്ള ദ്രവ്യമാണ് കൊടുക്കുന്നത്. നമ്മളിവിടെ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ണിയപ്പം, ചില സ്ഥലങ്ങളിലൊക്കെ മോദകം. അതായത് കേരളത്തിന് വെളിയിലാണ് ഈ ലഡ്ഡു എന്നുള്ള സമ്പ്രദായം ഉള്ളത്. ഗണപതി ഹോമത്തിലേക്ക് ഭഗവാൻ എന്ത് കൊടുക്കുന്നു, ആ എന്ത് ദ്രവ്യമാണ് നമ്മൾ കൊടുക്കുന്നത്, ആ ദ്രവ്യത്തിൻ്റെ ഗുണഗണങ്ങൾ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. ഗണപതി ഭഗവാൻ എല്ലാത്തിൻ്റെ വിഘ്ന നിവാരണം ചെയ്യുന്നയാളാണ്. വലിയ ഉദരമുള്ളയാളാണ്. കൊമ്പും ഒരു കയ്യിൽ കൊമ്പും ഒരു കയ്യിൽ വരദമുദ്രയും അഭയമുദ്രയും ഒക്കെ പിടിച്ചുകൊണ്ട് ജനങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നയാളാണ്. വലിയ ശരീരമുള്ളയാളാണ്. ആ വലിയ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അനുഗ്രഹവും അതേപോലെ വലുതായിരിക്കുമെന്നാണ്. അപ്പോൾ ഭഗവാൻ എന്ത് കൊടുക്കുന്നു അത് അദ്ദേഹത്തിന് മനസ്സോടുകൂടി സ്വീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ലഡ്ഡു എന്നുള്ള സമ്പ്രദായം കേരളത്തിന് വെളിയിലാണ് കൂടുതലായിട്ടും ലഡ്ഡു ഭഗവാന് സമർപ്പിക്കുന്നത്. കേരളത്തിൽ നമ്മൾ മോദകം, ഉണ്ണിയപ്പം കൂടുതലായിട്ട് രണ്ടും ഒരേപോലെ. അതിൽ മധുരമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഭഗവാൻ മധുരം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അത് നെയ്യ് ചേർത്ത ലഡുവിലാണെങ്കിലും മോദകത്തിലാണെങ്കിലും ഉണ്ണിയപ്പത്തിലാണെങ്കിലും നെയ്യ് ചേർത്ത് നെയ്യിലുണ്ടാക്കുന്ന ആ നെയ്യുടെ ഗുണം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹവും അതോടൊപ്പം ലഭിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. സാർ, അതുപോലെ തന്നെ വളരെ കൗതുകമായിട്ടുള്ളൊരു കാര്യം ഈ അടുത്ത് കണ്ടു. അതായത് അംബാനിയുടെ മോൻ്റെ കല്യാണം വരികയാണ്. അപ്പോൾ അവർ ഗണപതി ഭഗവാന് നിവേദിക്കുന്ന ആ ഒരു പലഹാരമൊക്കെ അപ്പോൾ തന്നെ അത് മാറ്റി പുതിയത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ? ഭഗവാൻ എത്ര നൽകാമോ അത്രയും നൽകുക എന്നുള്ളതായിരിക്കും അവരുടെ ഉദ്ദേശം. അപ്പം കുബേരന് പോലും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു ഈശ്വരനാണ് ഗണപതി ഭഗവാൻ. അദ്ദേഹം മനസ്സ് വെച്ചാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വിശപ്പ് മാറുകയുള്ളൂ എന്നാണ്. എന്തും സ്വീകരിക്കുന്ന അഗ്നിയോട് തുല്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം ഭഗവാനിലേക്ക് കൊടുക്കാം എന്നുള്ളതായിരിക്കും അവർ ഉദ്ദേശിച്ചത്. ഭഗവാൻ എത്ര കൊടുത്താലും മതിയാകുന്നില്ല. ഒരു ഭക്തനെ സംബന്ധിച്ച് ഭഗവാൻ അവരുടെ ധനത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് എത്ര കൊടുത്താലും മതിയാകുന്നില്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ അവർ കൂടുതൽ ഇതിലേക്ക് കൊടുക്കും. അപ്പോൾ ഭഗവാനിലേക്ക് എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ച് ഭഗവാൻ തിരികെ നമുക്ക് നൽകുമെന്നുള്ളതാണ്. കുബേരൻ്റെ എല്ലാ സർവസ്വവും അദ്ദേഹം സമർപ്പിച്ചു. അവസാനം അതെല്ലാം തിരികെ കൊടുത്തിട്ടാണ് ഭഗവാൻ പോയത്. അപ്പോൾ അതായിരിക്കും അവരെ അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ഇരട്ടിയായിട്ട് കിട്ടും എന്നുള്ള ഇതിലേക്ക്. ഈ നിവേദിക്കുന്ന സാധനങ്ങൾ ഓരോ സമയവും മാറുന്നതിനനുസരിച്ച്, അതായത് ഒരു നിവേദ്യം നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചപ്രാണനികളിലേക്കാണ് കൊടുക്കുന്നത്. അത് മുദ്രകൾ ചേർത്തുകൊണ്ട് പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, വ്യാനായ സ്വാഹ, സമാനായ സ്വാഹ, ഉദാനായ സ്വാഹ, ഇങ്ങനെ പഞ്ചപ്രാണനുകളിലേക്ക് ഇത് ലയിപ്പിക്കുകയാണ്. ഈ നിവേദ്യത്തെ ലയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിവേദ്യം ഭഗവാൻ സ്വീകരിച്ചു. അപ്പോൾ പെട്ടെന്ന് അത് മാറ്റിയതിന് ശേഷം അവർക്ക് വീണ്ടും കൊടുക്കാനുള്ള സംവിധാനം ഒരുക്കുകയാണ്. അപ്പോൾ എത്ര കൊടുത്താലും ഭഗവാന് എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിച്ചോളും.
കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തും കൊടുക്കാം. അത് നമ്മുടെ സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ മനസ്സർപ്പിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു ലഡുവെങ്കിൽ ഒരാൾക്ക് സാഹചര്യത്തിൽ അയാൾക്ക് ധനസ്ഥിതി അനുസരിച്ച് ഒരു ലഡുവാണ് അത് ഭഗവാന് കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ അത് കൊടുക്കുക. ഭഗവാൻ അതിന് ഇരട്ടിയായിട്ട് തിരിച്ചു തരും. അപ്പോൾ എത്ര കൊടുത്താലും മതിയാകാത്ത ആളാണ്, എത്ര കൊടുത്താലും അദ്ദേഹം സ്വീകരിക്കും, അതിന് ഇരട്ടിയായിട്ട് തിരിച്ച് കിട്ടും. ആ തിരക്കുകൾക്കിടയിലും അംബാനിയും ഭാര്യയും കൂടിയാണിത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അവരുടെ ആ ഡെഡിക്കേഷനാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഫലം അവർക്ക് കിട്ടുന്നുണ്ട്. ഭക്തിയോടുകൂടി എന്ത് സമർപ്പിച്ചാലും അത് കിട്ടും. നമ്മളുടെ കയ്യിൽ ധനം ധാരാളമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അതെല്ലാം എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇതെല്ലാം ഭഗവാന് കൊടുത്തിട്ട് എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ള ചിന്താഗതിയോടുകൂടി സമീപിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് വിപരീത ഫലം നൽകിയേക്കാം. അതുതന്നെയാണ് കുബേരൻ്റെ കഥയിൽ നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന് സാധിക്കാത്തതായിട്ടൊന്നുമില്ല. ഭഗവാനെ ഒരു അഹങ്കാരത്തോടു കൂടിയാണ് സദ്യ ഉണ്ണാനായിട്ട് വിളിക്കുന്നത്. അവിടെ ചെന്ന് അവിടെ വെച്ചതും ഇനി ഉള്ള സർവ്വ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം അദ്ദേഹം എടുത്തു വിഴുങ്ങി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭക്ഷണമായിട്ട് കൊടുക്കേണ്ട അവസ്ഥ വന്നു. അതേസമയം ഒരു ഭക്തിയോടുകൂടി സമർപ്പണത്തോടു കൂടി ഒരു നെല്ലിക്കയോ അല്ലെങ്കിൽ ഒരു മോദകമോ ഒരു ഉണ്ണിയപ്പോ കൊടുത്താൽ അത് ഭഗവാൻ തൃപ്തനാകും. അപ്പോൾ ഗണപതി ഹോമത്തെക്കുറിച്ച് ഇത്രയും നമുക്ക് അറിവ് പകർന്നതിന് നന്ദി. നമസ്കാരം.